This is the third video session on programming Java. Here we are going to be familiarized with the different control structures available in Java. Actually, there is not much difference in the control structure syntax that is being used in C. The same structures, almost the same structures are used here also. In addition to that, some slight modifications, changes are incorporated in Java programming language. C language kanda adhe classifications namukku ivide kaanavunnathanu. You can divide the control structures as decision making or conditional control structures, looping or iteration statements, branching or jumping statements. Decision making again if switch undu. If തന്നെ സിമ്പിൾ ഇഫ് ഉണ്ട്, ഇഫ് എൽസ് ഉണ്ട്, എൽസ് ഇഫ് ഉണ്ട്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് സി ലാംഗ്വേജിലെ അതേ സിൻടാക്സ് തന്നെ ഇവിടെയും ഫോളോ ചെയ്യുന്നു. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് അഗെയിൻ വി ഹാവ് എൻട്രി കൺട്രോൾഡ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, കോൾ ഇറ്റ് ആസ് വൈൽ. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിംഗ് ഓപ്പറേഷൻ ഡു വൈൽ. കൂടാതെ ഫോർ ലൂപ്പും. ഈ മൂന്നും സിയിലുള്ളത് തന്നെയാണ്. ഇവിടെ കൂടുതലായിട്ടൊന്ന് വന്നിരിക്കുന്നത് ഫോർ ഈച്ച് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫോർ ഈച്ച് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹാൻഡ്ലിംഗ് എലിമെൻറ്റ്സ് ഇൻ ആൻ അറേ. അറേയിലെ മൾട്ടിപ്പിൾ എലിമെൻറ്റ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അത് വീണ്ടും ഓരോന്നായിട്ട് എടുത്ത് ലൂപ്പിംഗ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഫോർ ഈച്ച് എന്ന് പറയുന്ന ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നു. ബ്രാഞ്ചിങ് അല്ലെങ്കിൽ ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് കാണുമ്പോൾ പ്രധാനപ്പെട്ട വ്യത്യാസം നമ്മൾ പറയേണ്ടത്, സിയിലെ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ജാവയിൽ ഇല്ല. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വച്ചാൽ അതൊരു അൺകണ്ടീഷണൽ ജമ്പിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതൊരു നല്ല പ്രോഗ്രാമിംഗ് പ്രാക്ടീസായിട്ട് പുതിയ പ്രോഗ്രാമിംഗ് രീതികളിൽ വിലയിരുത്തപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ജാവയിൽ ഗോ ടു ഒഴിവാക്കിയിട്ടുണ്ട്. ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന രണ്ട് ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് സിയിൽ കണ്ട പോലെ തന്നെ നമ്മളിവിടെയും ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ലേബൽഡ് ബ്രാഞ്ചിങ് എന്ന് പറയുന്ന ഒരു വിഭാഗം കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഇവിടെ കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട്. ബ്രേക്കിൻ്റെയും കണ്ടിന്യൂയിങ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും കൂടെ ഒരു ലേബൽ ഉപയോഗിച്ച് അതിൻ്റെ ജമ്പിങ്ങിനെ നിജപ്പെടുത്താനാണ് ബ്രാഞ്ചിങ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ലേബൽഡ് ബ്രാഞ്ചിങ് ഉപയോഗിക്കുന്നത്. സോ വി ഹാവ് ബ്രേക്ക്, ലേബൽഡ് ബ്രേക്ക് ആൻഡ് ലേബൽഡ് കണ്ടിന്യൂ ഇൻ ജാവ. We are not going in deep into whatever control structures that we have studied in C. അതുകൊണ്ട് തന്നെ ഈഫ്, സ്വിച്ച് ഒക്കെ നമുക്ക് കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് വൈൽ, ഡു വൈൽ, ഫോർ എന്ന് പറയുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിലും നമ്മൾ ഫോളോ ചെയ്യുന്ന സിൻടാക്സ്. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ലാതെ തന്നെ ഇവിടെ ഈ സിയിൽ എഴുതുന്ന പോലെ തന്നെ ജാവയിലും നമ്മൾ ഇതേ സ്റ്റേറ്റ്മെൻറ്റ്സിനെ എഴുതുന്നു. ഫോർ ഈച്ച് എന്ന് പറയുന്ന ഒരു പുതിയ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ തൊട്ടു മുമ്പേ പറഞ്ഞു. ഫോർ ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതുപോലെ തന്നെ ഒരു അറേയിലെ എലിമെൻസിനെ വൺ ബൈ വൺ ആയി എടുത്ത് എക്സിക്യൂട്ട് ചെയ്യാനാണ്. അതായത് ചില കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട വരുന്ന സന്ദർഭത്തിൽ അറേയുടെ എലിമെൻസിനെ ബേസ് ചെയ്ത് ആ ലൂപ്പിംഗ് റിപ്പീറ്റഡ് ആവുന്ന സാഹചര്യത്തിലാണ് ഫോർ ഈച്ച് എന്ന് പറയുന്ന ഒരു എൻഹാൻസ്ഡ് ഫോർ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ഫോർ ഈച്ച് എലമെൻറ്റ് ഇൻ ആൻ അറേ എന്നുള്ള മീനിങ്ങിലാണ് നമ്മളതിനെ ഫോർ ഈച്ച് എന്ന് സാധാരണഗതിയിൽ പറയുന്നത്. കീവേഡിൽ ഫോർ എന്ന് പറയുന്ന കീവേഡ് മാത്രമേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. യു ക്യാൻ സീ വൺ എക്സാമ്പിൾ ഓവർ ഹിയർ. നമ്മൾ ആദ്യം ഒരു മെസ്സേജ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നു, മാർക്സ്. യു ആർ ഡിഫൈനിങ് ആൻ അറേ മാർക്സ്, ഇൻറ്റ് മാർക്സ്. അതൊരു അറേയാണ്. എൻ്റെ സൈസ് പറയാതെ തന്നെ നമ്മൾ എലിമെൻസിനെ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ സൈസ് ഓട്ടോമാറ്റിക്കലി എടുത്തോളും. So we are initializing the marks array with 1, 2, 3, 4, 5, 6 values. So the size of the array is 6. The elements are 50, 23, 89, 90, 12 and hundreds. These elements are used for initializing the array marks.
Now you can come to the looping operation for. For inside bracket you have written a statement int m marks. You can notice one important point out here which was not mentioned in any of your earlier video sessions. നമുക്ക് സാധാരണഗതിയിൽ സി ലാംഗ്വേജിൽ എല്ലാ വേരിയബിൾസും എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സിന് മുമ്പായിട്ടാണ് എഴുതാറുള്ളത്. അതായത് എല്ലാ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും കമ്പൈലേഷൻ ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സും എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ മുമ്പായി എഴുതുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഒരു വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട്. system.out.println എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒരു എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിനുശേഷമാണ് മാർക്സ് എന്ന് പറയുന്ന അറേയെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ദിസ് ഈസ് നോട്ട് അലൗഡ് ഇൻ സി. പക്ഷേ ജാവയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ തന്നെ ഇതാണ്. എവിടെയാണോ നമുക്ക് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യേണ്ടത് അത് അവിടെ ഡിക്ലെയർ ചെയ്താൽ മതി. അല്ലാതെ എല്ലാ വേരിയബിൾസും പ്രോഗ്രാമിൻ്റെ ബിഗിനിങ്ങിൽ ഡിക്ലെയർ ചെയ്യുന്ന ആ ഒരു രീതി നമുക്ക് ജാവയിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വളരെ നീളമുള്ള പ്രോഗ്രാമിൽ ഏറ്റവും അവസാനത്തെ മോഡ്യൂളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ചെറിയ വേരിയബിൾ പ്രോഗ്രാമിൻ്റെ ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്ത് അതിനുവേണ്ടി സ്പേസ് മാറ്റിവെക്കേണ്ട ആവശ്യം ജാവയിൽ ഇല്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് system.out.println എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം നമുക്ക് മാർക്കിനെ ഡിക്ലെയർ ചെയ്യാൻ ജാവയിൽ സാധിച്ചത്. ഇത് സിയിൽ പോസിബിൾ അല്ല. അല്ലെങ്കിൽ മറ്റു പല ലാംഗ്വേജസും ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, സോ array is been declared over here. Now you come to for each statement. For each statement, each എന്ന് പറയുന്ന കീവേഡ് അല്ല, വെറും നമ്മൾ ഫോർ മാത്രമേ ഉള്ളൂ കീവേഡ്. for each എന്ന് പറഞ്ഞ് array നമ്മൾ കൺട്രോൾ സ്ട്രക്ചറിനെ നമ്മൾ മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. for int m is a variable declared as int m. Each element in marks will be taken into m, and for each element m in marks do these statements. അതാണ് അതിൻ്റെ അർത്ഥം. അതായത് അറേയിൽ 1 2 3 4 5 6 സ്റ്റേറ്റ്മെൻറ്റ്സ് 6 എലിമെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഈ ഫോർ ലൂപ്പ് 6 തവണ വർക്ക് ചെയ്യും. ആദ്യത്തെ തവണ 50 എന്ന് പറയുന്ന ഡേറ്റയെ m എന്ന് പറയുന്ന ഇൻറ്റിജർ എലിമെൻറ്റിലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനെ ഡിസ്പ്ലേ ചെയ്യുന്നു. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ എലമെൻ്റായ 23 മാർക്സിലെ രണ്ടാമത്തെ എലമെൻ്റായ 23 എമ്മിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് അത് വെച്ച് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഒന്നുമില്ല, എം ആദ്യത്തെ ലൂപ്പിംഗ് ഓപ്പറേഷനിൽ എമ്മിൻ്റെ വാല്യൂ 50 ആയിരുന്നു, 50 ഡിസ്പ്ലേ ചെയ്യുന്നു. പിന്നീട് അത് 23 ആകുന്നു. അങ്ങനെ 100 എന്ന് പറയുന്ന വാല്യൂ വരെ എമ്മിൽ എത്തുന്നത് അത്രയും തവണ 6 തവണ ഈ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ മീനിങ് ഓഫ് ദിസ് ഫോർ ലൂപ്പ് ഈസ് ദാറ്റ് ഫോർ എവറി എലമെൻറ്റ് ഇൻ മാർക്സ് ഡിസ്പ്ലേ എം വാല്യൂ എന്നാണ് അതിൻ്റെ അർത്ഥം. Now you have continue statement. അത് സിയിലുള്ള അതേ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ജാവയിലും ഉപയോഗിക്കുന്നത്. അതേ മീനിങ്ങോട് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് സിൻറ്റാക്സ് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു വൈൽ ലൂപ്പാണ്. ഫോർ എക്സാമ്പിൾ, ഒരു വൈൽ ലൂപ്പിനകത്ത് ഒരു ഈഫിനകത്ത് ഒരു കണ്ടിന്യൂ എഴുതിയിരിക്കുന്നു. എപ്പോഴാണോ ഈ എക്സ്പ്രഷൻ കറക്റ്റ് ആവുന്നത്, ട്രൂ ആയി മാറുന്നത്, അപ്പോൾ ഈ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതായത് പിന്നീട് താഴോട്ടുള്ള ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യില്ല. എപ്പോഴാണോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുന്നത്, ഈ പോർഷൻ, ഈ വൈലിൻ്റെ ഈ ബാക്കിയുള്ള പോർഷൻ ആ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യാതെ ഉടനെ തന്നെ അത് വീണ്ടും ലൂപ്പിൻ്റെ തുടക്കത്തിലേക്ക് പോകുന്നു. കണ്ടിന്യൂ എന്ന് വെച്ചാൽ അതാണ് കണ്ടിന്യൂ ദ വൈൽ ലൂപ്പിംഗ് വിത്തൗട്ട് ഫർദർ കമ്മിങ് ടു ദ റിമൈനിങ് കോഡ് ഇൻ ദ വൈൽ ലൂപ്പ്. ഇവിടെ ഡു വൈൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് കാണാം. ഡു വൈൽ ഇവിടെ നമ്മൾ കണ്ടിന്യൂ എഴുതുമ്പോൾ ബിഗിനിങ്ങിലോട്ട് വരുന്നു. അതായത് വീണ്ടും കണ്ടീഷൻ ചെക്കിങ്ങിലോട്ട് ഉടനെ പോകുന്നു. ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ഇനി ഒരു ഫോർ ലൂപ്പിനകത്ത് വൈൽ എഴുതിയാൽ എന്ത് സംഭവിക്കും നോക്കൂ. ഈ എക്സ്പ്രഷൻ എപ്പോഴാണോ കറക്റ്റ് ആവുന്നത് അപ്പോൾ ആ തവണ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യാതെ വീണ്ടും ഫോറിൻ്റെ തുടക്കത്തിലേക്ക് പോകുന്നു. അടുത്ത ഇൻക്രിമെൻ്റ് ഓപ്പറേഷനോ അപ്ഡേഷൻ ഓപ്പറേഷനും ചെയ്തിട്ട് വീണ്ടും നമ്മൾ ആ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു. സോ ഈ കണ്ടീഷൻ എപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നു ആ സമയം നമുക്ക് ഈ ലൂപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ, അതിനകത്തെ ബാക്കിയുള്ള കോഡ് ആ തവണ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലാത്ത കേസിലാണ് നമ്മൾ കണ്ടിന്യൂ എഴുതുന്നത്. കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഒരു എക്സാമ്പിൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നം എന്ന് പറയുന്ന വേരിയബിൾ ഈസ് ബീൻ
ഇൻക്രിമെൻറ്റഡ് ഫ്രം 1 to 30. അതാണ് ഇവിടുത്തെ ഫോർ ലൂപ്പ്. ഫോർ ഇൻറ്റ് നം, ഇവിടെയും നമ്മൾ ആ പ്രത്യേകത കാണാൻ പറ്റും. നം എന്ന് പറയുന്ന വേരിയബിളിനെ നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്യണമെന്ന് ആവശ്യമില്ല. ഫോർ ലൂപ്പിനകത്ത് തന്നെ നം എന്ന് പറയുന്ന വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ട് തുടങ്ങുവാണ്. ഓക്കെ, നം ഇസ് ഈക്വൽ ടു 1, നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30, നം പ്ലസ് പ്ലസ്. ഇത് സാധാരണ ഒരു സി ഫോർ ലൂപ്പ് പോലെ എക്സിക്യൂട്ട് ചെയ്യുന്നു. എപ്പോഴാണോ നം %3 ഇസ് ഈക്വൽ ടു 0 മീൻസ് 3 കൊണ്ട് ഡിവിസിബിൾ ആയുള്ള 3യുടെ ഫാക്ടേഴ്സ് എപ്പോഴാണോ വരുന്നത് ആ സമയം നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല, മറിച്ച് നമ്മൾ വീണ്ടും അടുത്ത ഫോർ ലൂപ്പിലേക്ക് പോകുന്നു. അതിനർത്ഥം 3 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ഒന്നും system.out.println ഈ സ്റ്റേറ്റ്മെൻറ്റ് വഴി എക്സിക്യൂട്ട് ചെയ്യില്ല. വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ 1 മുതൽ 30 വരെയുള്ള 3യുടെ ഡിവിസിബിൾ അല്ലാത്ത നമ്പേഴ്സ് മാത്രമേ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഓരോ തവണയും ലൂപ്പിലോട്ട് വരുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യുന്നു, എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുന്നു. അത് 0 ആണെങ്കിൽ ഈ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നില്ല, ഉടനെ തന്നെ അടുത്ത ലൂപ്പിങ്ങിലോട്ട് പോകുന്നു. അതല്ലെങ്കിൽ മാത്രം ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്തതിന് ശേഷമേ ലൂപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുള്ളൂ. ലേബൽഡ് കണ്ടിന്യൂ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് സിയിലില്ലെന്നും ജാവയിലുണ്ടെന്നും നമ്മൾ നേരത്തെ പറഞ്ഞു. അതിനൊരു എക്സാമ്പിൾ, അതിൻ്റെ സിൻറ്റാക്സിനൊരു എക്സാമ്പിൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ 2 വൈൽ ലൂപ്പ് ഉണ്ട്. ഇത് ഔട്ടർ വൈൽ ലൂപ്പും ഒരു ഇന്നർ വൈൽ ലൂപ്പുമാണ്. ഒരു കണ്ടീഷൻ നമ്മളിവിടെ കൊടുക്കുന്നു. എപ്പോഴാണോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നത് അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ലേബൽ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്. വെറും കണ്ടിന്യൂ അല്ല, ഒരു ലേബൽ കൂടെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിനർത്ഥം എപ്പോൾ ഈ കണ്ടീഷൻ കറക്റ്റ് ആവുന്നുവോ അപ്പോൾ നമ്മൾ ഈ ലൂപ്പിൻ്റെ തുടക്കത്തിലേക്കല്ല പോകുന്നത്, വേറൊരു ലൂപ്പിലോട്ട് പോകണം എന്നുള്ള കേസിൽ നമ്മളൊരു ലേബൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതേ ലേബൽ എവിടെയാണോ എഴുതിയിരിക്കുന്നത് ആ ലൂപ്പിലോട്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് കമ്മിങ്, ഇഫ് യു ഹാവ് റിട്ടേൺ എ കണ്ടിന്യൂസ് സിമ്പിൾ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് വുഡ് ഹാവ് കം ഓവർ ഹിയർ. അതിന് പകരം കണ്ടിന്യൂ ഒരു ലേബൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് ആ ലേബൽ എവിടെ എഴുതിയിരിക്കുന്നോ അത് ആ വൈൽ ലൂപ്പിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. ഗോ ടു ലേബൽ എന്ന് സി പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന അതേ ലേബലിൻ്റെ സിൻറ്റാക്സ് തന്നെയാണ് ഇവിടെയും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ബ്രേക്ക് കണ്ടിന്യൂ പോലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന മറ്റൊരു ജമ്പിങ് ഓപ്പറേഷനാണ് ബ്രേക്ക്. ബ്രേക്കിനർത്ഥം എപ്പോഴാണോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നത് അപ്പോൾ ലൂപ്പിൽ നിന്നും ബാക്കിയുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നിർത്തിയിട്ട് പുറത്തേക്ക് വരിക എന്നാണ് ബ്രേക്കിൻ്റെ അർത്ഥം. ഇവിടെ ബ്രേക്ക് ഇത് ഡു വൈലാണ്. ഇവിടെയും ബ്രേക്ക് എവിടെ കാണുന്നോ അപ്പോൾ വൈൽ ഓപ്പറേഷൻ പൂർണ്ണമായും നിർത്തിവെച്ചിട്ട് ലൂപ്പിനെ പുറത്തേക്ക് ജമ്പ് ചെയ്ത് പോകുന്നു. ഇവിടെയും ആ ഫോർ ലൂപ്പ് അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ബ്രേക്ക് എപ്പോഴാണോ ബ്രേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതായത് എപ്പോഴാണോ ഈ കണ്ടീഷൻ ട്രൂ ആയി വരുന്നത് ആ തവണ ഫോർ ലൂപ്പ് കംപ്ലീറ്റ് ആകാൻ കാത്തു നിൽക്കാതെ എക്സിക്യൂഷൻ പുറത്തേക്ക് പോകുന്നു. You can see over here a labeled break. Just like labeled continue, you can use labeled break also in Java. അതായത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തൊട്ടുപുറകെ ഒരു ലേബൽ കൂടെ നമ്മൾ എഴുതും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ എക്സാമ്പിളിൽ ഒരു ഫോർ ലൂപ്പ് ഉണ്ട്, അതിനകത്ത് വേറൊരു ഇന്നർ ഫോർ ലൂപ്പ് ഉണ്ട്. ബ്രേക്ക് എന്ന് എപ്പോഴാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതായത് ഈ കണ്ടീഷൻ എപ്പോഴാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ഒരു സിമ്പിൾ ബ്രേക്ക് ആയിരുന്നു ഇവിടെ എഴുതിയത് എങ്കിൽ ഈ ഫോർ ലൂപ്പ് വിട്ട്, ഇത് ഇന്നർ ഫോർ ലൂപ്പാണ്, ഈ ഫോർ ലൂപ്പ് വിട്ട് ഇങ്ങോട്ടത് വരുമായിരുന്നു എക്സിക്യൂഷൻ. പക്ഷേ ഇവിടെ നമ്മളൊരു ലേബൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് ഈ ലേബൽ രണ്ടാമത്തെ, അതായത് പുറത്തെ ഫോർ ലൂപ്പിൻ്റെ ആണ് ഈ ലേബൽ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബ്രേക്ക് എന്ന് കാണുമ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് പകരം അത് 2 ഫോർ ലൂപ്പിൽ നിന്നും പുറത്തേക്ക് വരുന്നൊരവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ബ്രേക്ക് ഈ ലേബൽ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇന്നർ ഫോർ ലൂപ്പിൽ നിന്ന് മാത്രം പുറത്തേക്ക് വരുന്നതിന് പകരം ഇന്നർ ഫോർ ലൂപ്പിനെയും ഔട്ടർ ലൂപ്പിനെയും കളഞ്ഞത് പുറത്തെ ലേബലിലോട്ട് എക്സിറ്റ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. സോ ഇവിടെ നമ്മൾ ജാവയിലെ വിവിധ തരം കൺട്രോൾ സ്ട്രക്ചേഴ്സാണ് കണ്ടത്.